മെസ്സി വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അരുൺ അവിടുന്ന് ഫുട്ബോൾ ആരാധകരുടെ പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും തേടാറുള്ളതാണ്. എല്ലാവരും അല്ലേ പാർട്ടി ഭേദമന്യേ, നമ്മൾ ഈ കക്ഷിരാഷ്ട്ര ഭേദമന്യേ എന്ന് പറയുന്ന പോലെ ടീം ഭേദമന്യേ അർജന്റീന ആരാധകരും ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ആരാധകരും ഒക്കെ ആവേശത്തോടെയാണ് ആ വരട്ടെ മെസ്സി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നത്. ഇപ്പോഴെന്താണ് ആരാധകർ പറയുന്നത്? ദിവിഷ്, ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു ചൊല്ലുണ്ട്. അതേപോലെ ആയല്ലോ ഞങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ആരാധകർ പ്രതികരിക്കുന്നുണ്ട്. ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഈ മലപ്പുറം അങ്ങാടിയിലൂടെ ഒന്ന് നടന്ന് ഒന്ന് മൈക്ക് ഓടിച്ചാൽ ഒരു 10ൽ 1 ഫുട്ബോൾ ആരാധകന് കിട്ടും. അത് ഏത് ടീമിന്റെ ആരാധകരുണ്ടാവും. നേരത്തെയൊക്കെ ഇവരുടെയൊക്കെ പ്രതികരണം നമ്മൾ പലതവണ ഇങ്ങനെ മന്ത്രിയുടെ അഭിപ്രായം മാറുന്നതിനനുസരിച്ച് എടുത്താണ്. ഇപ്പോൾ മെസ്സി ഏറെക്കുറെ വരില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ്, സങ്കടം ഉണ്ടോ? എന്താ അവസ്ഥ? നല്ല വിഷമമുണ്ട്. മെസ്സി വരുന്നുണ്ട് പറയുമ്പോൾ മലപ്പുറത്തേക്ക് സ്വാഗതം കാരണം ഫ്ലക്സ് എത്തിയ ആളുകളെ ഇവിടുത്തെ അർജന്റീനക്കാർ. എന്നിട്ട് ഇപ്പം ഞങ്ങളെ വെറുതെ പറഞ്ഞ് പറ്റിക്കുക. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിക്ക് പോത്തുണ്ട്, ഇറച്ചിണ്ട്, മീനുണ്ട് ഇറങ്ങാണ്ടുണ്ടല്ലോ ഒരു പറ്റിക്കൽ പെരിയുന്നത്. അതേമാതിരി പറ്റിക്കലാണ് കായിക മന്ത്രി ചെയ്തിട്ടുള്ളത്. ശരിക്കും അയാൾ ഇതിന് ആരാധകരോട് മറുപടി പറയേണ്ടി വരും. കാരണം വലിയ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഫുട്ബോൾ ആരാധകർ? നല്ല ആഗ്രഹം ഉണ്ട്. ഇവിടെ ബസ് വരെ ബുക്ക് ചെയ്ത് ബസ്സിന് വരെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സജീവമായിട്ട് നിൽക്കുമ്പോൾ അയാളിപ്പോൾ വന്നിട്ട് വരൂല പറയുന്നുണ്ട്. എന്ത് ഒലക്കമല പരിപാടിയാണിത്? ആ ഒരു രോഷം കൃത്യമായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദിവിഷ്. ഇത് തന്നെയാണ് നമ്മൾ മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത്. എന്താണ്, മെസ്സി വരില്ല എന്നാണ് പറയുന്നത്? അർജന്റീന ആരാധകനാണോ? അതെ. എന്താണ്, കാലങ്ങളായിട്ട് അർജന്റീന ആരാധകനാണ്. മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് ഭയങ്കര വിഷമമായി. ഈ മന്ത്രിക്കും ഇവർക്കും കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഒരിക്കലും ഇപ്പോൾ കൊല്ലം കഴിയൂല എന്നാണ് പറയുന്നത്. അടുത്ത കൊല്ലം ഒരിക്കലും ഇനി കഴിയൂല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്താണ്, അർജന്റീന ആരാധകനാണോ? അല്ല, നമ്മള് ബ്രസീൽ ആരാധകനെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ബ്രസീൽ ആരാധകന് പറയാനുള്ളത്? നോക്കാം, അർജന്റീനൻ ടീം വരുന്നു പറയുമ്പോൾ നിങ്ങൾക്കും സന്തോഷം ഉണ്ടായിരുന്നു? നമുക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മെസ്സി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഫുട്ബോൾ പ്ലെയർ അല്ലേ, നന്നായിട്ട് വരട്ടെന്ന് നമ്മൾ കരുതി. പക്ഷേ മെസ്സി വരുന്നുണ്ട് നമ്മൾ ജനങ്ങളെ പറ്റിക്കുക ചെയ്ത്. അതിൽ നമുക്ക് വലിയ സങ്കടമുണ്ട്. അതിപ്പോൾ അർജന്റീന ഫാൻസിനായാലും ബ്രസീൽ ഫാൻസിനായാലും ഒരുപോലെ ഈ കാര്യത്തിൽ സങ്കടമുണ്ട്. അതെ, നമുക്ക് സങ്കടമുണ്ട്. മെസ്സി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട്. വെറും വാഗ്ദാനം മാത്രമേ ഉള്ളൂ. അതെ, ഫുട്ബോൾ ആരാധകരൊക്കെ ഇതിപ്പോൾ ഏത് ടീമാണെങ്കിലും ഫുട്ബോളിനെ ആസ്വദിക്കുന്നവരാണ് മലപ്പുറത്തുകാർ. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള പല കാഴ്ചകളും ഫുട്ബോളിൻ്റെ കാഴ്ചകളുടെ വാർത്തകളിലൂടെ നമ്മൾ പോകാറുണ്ട്. എന്താണ്, മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിലുള്ള അഭിപ്രായം? ഞാൻ ഒരു ബ്രസീൽ ഫാനാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മെസ്സി വരുന്ന ആ ഒരു പ്രഖ്യാപനം നടത്തിയത് മുതൽ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയണ്ടാവും സാലി മൂപ്പര് നമ്മളെ മലപ്പുറത്തുള്ള ഒരു നല്ലൊരു മെസ്സി ഫാനാണ്. അപ്പോൾ മൂപ്പര് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് മെസ്സി വരും, നമ്മൾ മെസ്സിനെ കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ആ ഒരു സമയത്ത് ഫ്ലെക്സ് വാങ്ങിയിട്ട് അടിക്കലും നമ്മൾ മൂപ്പര് പറഞ്ഞ പോലെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ റോഡിലും കാര്യങ്ങളും ലഡു വിതരണം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അവരുടെ ആ സന്തോഷം കണ്ടപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, വരും, അത്രയും വലിയൊരു പ്ലെയർ നമ്മളിവിടെ വന്നിട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കാര്യം, ഭയങ്കര പ്രൗഡാണ് നമുക്ക്. പക്ഷെ ഇതിപ്പോൾ അവസാനം വെച്ചിട്ട് ഇങ്ങനെ വരില്ല എന്ന് പറയുമ്പോൾ അവരൊക്കെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമമുണ്ട്. കാരണം അത്ര ഒരാൾ വരില്ലേ, എന്തൊരു പ്ലെയർ അല്ലേ. നമ്മളിപ്പോൾ കളിയിൽ ബ്രസീൽ അർജന്റീന നല്ല ഫൈറ്റ് ഉണ്ടാവും, ആരാധകർ തമ്മിൽ അങ്ങോട്ട് സംസാരം ഉണ്ടാവും. പക്ഷേ അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വരും എന്നുള്ളത്. പക്ഷേ എല്ലാത്തിനും മേലെയാണല്ലോ ഫുട്ബോൾ, എല്ലാത്തിനും മേലെയാണ് നമുക്ക് ഫുട്ബോൾ. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് സംസാരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ആരാധകർ തമ്മിൽ ആ ഒരു വാശിപ്പുറത്ത് നടന്ന സംസാരമായിരുന്നു. പക്ഷേ അത് അവർ കപ്പടിച്ചു ഇവിടെ ഫുഡ് കൊടുത്തപ്പോൾ ഞങ്ങൾ ബ്രസീൽ ഫാൻസും എല്ലാവരും കൂടെ അവരുടെ കൂടെ കൂടി സന്തോഷത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത്രയും ലെജൻഡറി പ്ലെയർ ഇവിടെ വരും, ഇവിടെ ഒരു കളിക്കും. അപ്പോൾ അവരെല്ലാവരും കാണാൻ പോകാൻ വേണ്ടിയിട്ട് ബസ് വരെ അതിനെനിക്ക് തോന്നുന്നു 4-5ഓളം വാട്സപ്പ് ഗ്രൂപ്പ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇതൊക്കെ അവരത് വേസ്റ്റായി. അവർ ഇത്രയും പ്രയത്നിച്ചത് അതൊക്കെ ഇപ്പോൾ അവതാളത്തിലായിപ്പോയി. ഇങ്ങനൊരു പ്രഖ്യാപനമാണല്ലോ നടത്തിയത്. അപ്പോൾ അതിൽ ഇവരെ സങ്കടത്തിൽ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അത്ര അത് അത്തരത്തിലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള കാഴ്ചകൾ തന്നെയാണ്. ബ്രസീൽ ആരാധകരും അർജന്റീന ആരാധകരും ഒക്കെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആഘോഷിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ തരത്തിലുള്ള വിഷമവും ദുഃഖവും ഒക്കെ ഈ ആരാധകരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒരു മൂത്ത ആരാധകനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് ഒരു മന്ത്രി തലത്തിൽ ഒരു കായിക മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇങ്ങനെ വാക്ക് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അത് നഷ്ടപ്പെട്ടു. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യ സ്പോൺസർമാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം എന്നൊക്കെയാണ് ഇപ്പോൾ ചാനലിൽ എഴുതി കാണിക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ടർ ചാനലായിരുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നോക്കിയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്താണ് അഭിപ്രായ വ്യത്യാസം എന്നുള്ളതിൻ്റെ അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെ ആയാലും മലപ്പുറത്തെ ജനങ്ങൾ നല്ല മെസ്സിൻ്റെ ആരാധകരെ മൊത്തത്തിൽ ഫുട്ബോൾ ആരാധകർക്ക് കനത്ത നിരാശ
പിന്നെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പം ഇന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ നിരാശയുണ്ട്, അത് ഒരു സങ്കടമാണ്, ദുഃഖമാണ്. കാരണം വെച്ചാൽ അത്രയും ഫുട്ബോളിനെ ആരാധിക്കുന്ന ആളുകളാണ് മലപ്പുറത്തുള്ളത്. മൊത്തത്തിൽ എല്ലാവരും ഒരു നിരാശ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. ഒരു വണ്ടിക്കുള്ള ആൾ തന്നെ പോയേനല്ലേ ഇവിടുന്ന് ഉണ്ടെങ്കിൽ? തീർച്ചയായും ഇത് 1, 2 ഒന്നല്ല, 4 ബസ്സുകൾ ഇവിടെ ബുക്ക് ചെയ്തിരുന്നു ആദ്യത്തെ അവസരത്തിൽ. ഇപ്പോൾ ഒക്ടോബറിൽ വരുന്നതിന് ലാസ്റ്റ് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒക്ടോബറിലും വരില്ല, ഈ കൊല്ലം വരില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പം ഇന്ന് ചാനലിൽ അറിയുന്നത്. പിന്നെ എന്തിനായിരുന്നു ഇത്രയൊക്കെ പിന്നെ പ്രതീക്ഷ കൊടുത്ത ജനങ്ങൾക്ക് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്. ദിവിഷ്, മെസ്സി വരും എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അപ്പോഴേക്ക് ഫ്ലെക്സ് കെട്ടിയവരാണ്, അത്തരത്തിൽ ബസ് ബുക്ക് ചെയ്തവരാണ്.